ലൈവിലെ ഇപ്പോ അനീഷിനെ കാണുന്നേ ഇല്ല. അനീഷ് ഇവിടെ പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഷനവാസ് ഇല്ലാത്തതിന്റെ ഒരു വിഷമം അനീഷിനുണ്ട്. ഒറ്റയ്ക്ക് എവിടെയോ പോയിരിക്കുകയാണ്. ലൈവിൽ ഒരിടത്ത് പോലും അനീഷിനെ കാണിച്ചിട്ടില്ല. പക്ഷെ അതിന് പകരമായിട്ട് വലിയ ഒരു പരദൂഷണ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഒരു 4 പേരടങ്ങുന്ന ടീമും ഒരു 3 പേരടങ്ങുന്ന ടീമുമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ലൈവ് വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുന്നേ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പം അക്ബർ, ആര്യൻ, നെവിൻ, സാബുമാൻ ഇവര് 4 പേരും കൂടി ഇരുന്ന് ഭയങ്കരമായിട്ട് കുറ്റം പറയുകയാണ്. കുറ്റം പറയാൻ അവർക്ക് ഒരേ ഒരു ടോപ്പിക്കേ ഉള്ളൂ, അനുമോൾ. ഇനി അടുത്തത് ഈ പറയുന്ന അക്ബറിനെ കുറിച്ചും നെവിനെ കുറിച്ചും ആര്യനെ കുറിച്ചും പിന്നെ അതുപോലെ ലാലേട്ടന്റെ എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചും പിന്നെ കുറച്ച് പുറത്തെ കാര്യങ്ങൾ, പുറത്ത് അവർ എന്തൊക്കെയായിരിക്കും ചിന്തിക്കാൻ പോകുന്നത്, പ്രേക്ഷകർ എന്തൊക്കെയാണ് ചിന്തിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു ലിസ്റ്റിനെ കുറിച്ച് നൂറ, ആദില, അനുമോൾ വേറൊരു ചർച്ചയിലേക്ക് നടക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അനുമോളോടുള്ള ഒരു ഒബ്സഷൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ നമുക്ക് ഒബ്സഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഒബ്സസ്ഡ് ആയിട്ടിരിക്കുക എന്ന് പറയും. അതായത് ആ കാര്യം മാത്രം ചിന്തിച്ച് ആ വ്യക്തിയെക്കുറിച്ച് മാത്രം തലയിൽ ഇങ്ങനെ ആലോചനകൾ വരുന്ന, നെഗറ്റീവായിട്ട് ദേഷ്യമായിരിക്കും, ചിലപ്പോൾ അവർ നമ്മളോട് ചെയ്ത പ്രവർത്തികളായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ച ഓരോ ഓർമ്മകളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കും എന്നുള്ള ഫ്യൂച്ചർ ഇൻറ്റ്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കൈരങ്ങാൻ അവരെ കിട്ടിയ അവരെ ഞാൻ ഇതേ കണക്ക് നെഗറ്റീവ്ലി ഒബ്സസ്ഡ് ആയിരിക്കുകയാണ് നെവിൻ അനുമോളെ കുറിച്ച്. അതായത് ആര്യൻ പലതവണയായിട്ട്, ആര്യനും അക്ബറും പറയുന്നുണ്ട് നമുക്ക് ആ ടോപ്പിക്ക് വിടാം, നമുക്ക് അവളെ കുറിച്ച് പറയണ്ട, നമുക്ക് എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വല്ല ഫണ്ണായിട്ടുള്ള വല്ല കാര്യങ്ങളും സംസാരിക്കാം എന്ന് ആര്യൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആര്യൻ ശരിക്കും പറഞ്ഞാൽ ഈ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ആര്യൻ ഈ പറഞ്ഞ നെവിനെക്കാട്ടിയും അക്ബറിനെക്കാട്ടിയും ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. പക്ഷേ നെവിനാണ് ഈ കൂട്ടത്തിലെ വിഷം. അക്ബറിനെ കാട്ടിയും വിഷം. അക്ബറൊന്നും അത്ര വിഷമൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ആ നെവിൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാ സത്യം പേടിച്ചു പോകും കേട്ടാ. അതായത് ഓൾറെഡി ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ് ലൈവിൽ അവർ സംസാരിക്കുന്നുണ്ട്. അതായത് അനു എന്ന് പറഞ്ഞ പേര് പോലും വെറുത്തുപോയി, അങ്ങനെയുള്ള ഒരാളെയും കോണ്ടാക്റ്റിലൊന്നും അടിച്ചു പോലും ഇടത്തില്ല, പേര് പോലും ഞാൻ ഡിലീറ്റ് ചെയ്യും എന്നൊക്കെ നെവിൻ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, അനുമോളെ കുറിച്ച് ഏതെങ്കിലും ഇവര് മീഡിയക്കാർ വല്ലതും ചോദിക്കുവാണെങ്കിൽ, ഇവിടുന്ന് ഇറങ്ങി മീഡിയക്കാർ വല്ലതും അനുമോളെ കുറിച്ച് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടില്ല എന്നാണ് നെവിൻ പറഞ്ഞത്. നല്ല കാര്യം, കുഴപ്പമില്ല അല്ലേ? പക്ഷേ ഇതേ നെവിൻ പറയുന്നു, നെവിൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരു ലൈവ് വരെ പോകും, എൻ്റെ സ്വഭാവത്തിന് ഞാൻ ലൈവിൽ വന്ന് അനുമോളെ കുറിച്ച് പറയും എന്നും പറയുന്നുണ്ട്. സോ പ്രത്യേകിച്ച് ഒരു ഉറപ്പുള്ള കാര്യം നെവിന് അനുമോളെ കുറിച്ച് പറയാനില്ല. പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഇവന്റിന്, അത് സാബുമാനാണ് ചോദിക്കുന്നത്, അതായത് ഒരു ഇവന്റിന് അനുമോളെയും നെവിനെയും ഒന്നിച്ച് വിളിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം നടന്നത് നമ്മൾ കഴിഞ്ഞ ഒരു സീസണിന്റെ മുമ്പത്തെ ഒരു സീസണിൽ അഖിൽമാരാർ, ശോഭ ഇവര് തമ്മിലുള്ള ഫൈറ്റ് ഉണ്ട്. അത് കാണാനൊക്കെ ഒരു ഫണ്ണെന്ന് പറയാൻ പറ്റത്തില്ല. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തപ്പോൾ ഫൈറ്റ് ആയിരുന്നു, നല്ലതായിരുന്നു, സ്ട്രോങ് പ്ലെയേഴ്സ് ആയിരുന്നു രണ്ടുപേരും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അനുമോളെ എനിക്കൊരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് തോന്നുന്നുണ്ട്. നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഡൗൺ ആണ്, അപ്പാണ്, ഡൗൺ ആണ്, അപ്പാണെന്ന് പറഞ്ഞ് പോകുന്ന ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്, ഒരു വ്യക്തിയാണ് നെവിൻ. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നെവിൻ. ആദ്യത്തെ ക്യാരക്ടറേ അല്ല, പിന്നീട് അങ്ങോട്ട് മാറി ഇന്ന് ഒരുപാട് ലെയർ, ഒരു മനുഷ്യന് എന്തുമാത്രം മുഖങ്ങളുണ്ട് എന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് നെവിൻ. അപ്പം നെവിനും അനുമോളും തമ്മിലുള്ള ഇവിടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന വഴക്ക് പുറത്തിറങ്ങിയതിനു ശേഷം ഉണ്ടാകല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിലൂടെ 2 മനുഷ്യരെ തമ്മിൽ ഇത്രയും വെറുപ്പിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരണ്ട. പക്ഷെ സാബുമാൻ ചോദിച്ചപ്പോ നെവിൻ പറഞ്ഞെന്ന് വെച്ചാല്, തന്നെയും അനുമോളെയും ഒന്നിച്ചൊരു ഷോയിലേക്ക് വിളിച്ച കയ്യിൽ ഞാൻ മുട്ട എടുത്ത് വെച്ചിരിക്കും, എന്നിട്ട് ഞാൻ മുട്ട എടുത്ത് എറിയും എന്ന് പറയുകയാണ്. ഒരു പരിധിവരെ ഫണ്ണായിട്ടൊക്കെ തോന്നും. പക്ഷെ ഒരു നെവിന്റെ ആ അനുമോളുള്ള ആ ഒരു രീതിയൊക്കെ കാണുകയാണെങ്കിൽ ഇതൊന്നും തമാശയായിട്ട് എടുക്കാൻ തോന്നുന്നില്ല. പിന്നെ അതിനുശേഷം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, മസ്താനി ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ഈ പ്രേക്ഷക വിധിക്ക് തന്നെ ഔട്ടായി പോയൊരു വ്യക്തിയാണ് മസ്താനി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെ ഏറ്റവും മോശമായ രീതിയിലുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു മസ്താനിക്ക് ലഭിച്ചത്. പുറത്തിറങ്ങിയതിനു ശേഷവും മസ്താനിയുടെ മാനസിക നില തെറ്റിക്കുന്ന രീതിയിൽ പ്രേക്ഷകരുടെ നെഗറ്റീവ് കമന്റ്സുകളും ബുള്ളിയിങ്ങും എല്ലാം അനുഭവിച്ച ഒരു പാവം ഒരു വ്യക്തി എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ
നമ്മൾ ഓരോ പ്രവർത്തികൾ ബിഗ് ബോസിലേക്ക് വന്ന് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം മസ്താനിയുടെ റിയൽ ക്യാരക്ടർ അങ്ങനെയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം പ്ലാൻ ചെയ്ത് വന്നതാണ്, പ്ലാനിങ് നെഗറ്റീവായി പോയി. അതാണ് മസ്താനിക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത്. ആ പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് എന്താണ്, ഇപ്പൊ രേണുസുതിയെ ഒന്ന് ചൊറിയണം, അപ്പോഴത്തേക്കും പ്രേക്ഷകരുടെ ഇടയിൽ അറിയപ്പെടും എന്ന രീതിയിൽ എന്തോ ആണ് രേണുസുതിയെ വന്ന് കയറിയൊന്നെ ചൊറിയുന്നു, റെനയെ ചൊറിയുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വന്നത്. എന്നിട്ട് അനുമോൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനുമോളുടെ കൂടെ കൂട്ടുകൂടിയൊക്കെയാണ് മസ്താനി നിന്നത്. പക്ഷേ മസ്താനി പുറത്തിറങ്ങിയത് നല്ല നെഗറ്റീവായിട്ടാണ്. ആ മസ്താനിയേക്കാൾ ഭയങ്കര മോശമാണ്. ആ മസ്താനിയൊക്കെ അനുമോളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്ര ഭേദമാണ് എന്നൊക്കെയാണ് ഈ പറഞ്ഞ അക്ബറും ആര്യനും നെവിനും പറയുന്നത്. പക്ഷെ ആര്യൻ അപ്പോഴും ഒരു ചെറിയ വ്യത്യാസമുണ്ട് സംസാരത്തിൽ. മസ്താനിയുടെ ശബ്ദം കൊള്ളില്ലായിരുന്നു എന്ന് ആര്യൻ അവിടെ പറയുന്നുണ്ട്. അതൊരു വിഷയമല്ല, അങ്ങനെ ഒരു കാര്യം അപ്പൊ പറയേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും ശരി, അനുമോളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മസ്താനിയൊക്കെ എത്രയോ ഭേദമാണ് എന്ന് നെവിൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അക്ബർ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അക്ബറിനോട് ഞാൻ വിയോജിപ്പുണ്ട്. കാരണം അക്ബറിനെ എനിക്ക് തുടക്കം തൊട്ടേ ആ ഒരു ക്യാരക്ടറൊക്കെ, ആ ചീത്ത വിളിക്കുന്നത് ഒഴിച്ചാൽ വളരെ നല്ല ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. അക്ബറിന് വേറെ വലിയ മോശം സ്വഭാവമൊന്നുമില്ല. ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഇത്രയും മോശമായിട്ട് തോന്നുന്നതാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ വന്ന് തനിക്ക് കിട്ടുന്ന സിറ്റുവേഷൻ അനുസരിച്ച് നെഗറ്റീവായിട്ട് ബിഹേവിയർ മാറിയതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഈ അക്ബർ വളരെ സീരിയസ് ആയിട്ട് അനുമോളെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ജനറേഷനിൽ, ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ ഇതുപോലെയുള്ള മോശം സ്ത്രീകളും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അനുമോളെ പോലൊരു ക്യാരക്ടർ ബിഗ് ബോസ് ഹൗസിൽ എന്ന് പറഞ്ഞു. അത് ഭയങ്കര മോശമായി പോയി അക്ബർ അങ്ങനെ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാല് അനുമോളും നിങ്ങളെ പോലെ, അക്ബറിനെ പോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നല്ല പോലെ നന്നായിട്ട് എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ കുറച്ചധികം സ്ട്രാറ്റജീസ് എടുത്തിട്ടുണ്ട്. അതിൽ തുടക്കം അനുമോള് കംപ്ലീറ്റ്ലി ബിഗ് ബോസ് ഹൗസിൽ നിന്നത് സ്ട്രാറ്റജീസ് വെച്ച് തന്നെയാണ്. അബദ്ധത്തിൽ വന്നു പോകുന്നതാണെങ്കിലും ഒരു കോണ്ടന്റ് കൊടുക്കണം, ബിഗ് ബോസ് ഷോയ്ക്ക് റേറ്റിംഗ് ഉണ്ടാക്കണം എന്നൊക്കെ കരുതി നിന്ന വ്യക്തിയാണ് അനുമോള്. പിന്നെ ആ പഴയ ആ നെഗറ്റീവ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഒറ്റപ്പെടേണ്ടി വന്ന അനുമോളുടെ സിറ്റുവേഷൻസ് പിന്നെ അങ്ങോട്ട് അനുമോളെ ആ ഒരു ഗെയിമിൽ വലിച്ചിട്ടതാണ്. അതുപോലെ തന്നെ പുറത്തും ഈ ബിഗ് ബോസ് ഹൗസിൽ അനുമോൾ കളിക്കുന്നത് പോലെ തന്നെ ബിഗ് ബോസിന്റെ ഫാൻസ് ആയിട്ടുള്ള, ബിഗ് ബോസിന്റെ അല്ല, അനുമോളുടെ ഫാൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അനുമോളുടെ PR, ഇത് രണ്ടുമാകാം. കാരണം അനുമോൾക്ക് നല്ല ശക്തമായ ഒരു PR ഉണ്ട്, അത് സത്യമാണ്. അപ്പോൾ ഈ പറയുന്ന അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പുറത്ത് ഭയങ്കര ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. അവരുടെ ഗെയിം നെഗറ്റീവ് ആയതാണ് പലപ്പോഴും ഈ അനുമോൾക്ക് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എത്താനുള്ള റീസൺ. കാരണം എന്ന് വെച്ചാൽ പലയിടത്തും അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മറ്റ് മത്സരാർത്ഥികളെ നെഗറ്റീവായിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും അനുമോൾക്ക് അകത്തുള്ള ബിഗ് ബോസ് ഹൗസിൽ മര്യാദയ്ക്ക് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന അനുമോൾക്ക് നെഗറ്റീവ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത്ര അധികം ഒന്നും ഞാൻ കാണുന്നില്ല, ഞാൻ നോക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ശരി, അക്ബർ അനുമോളെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറയേണ്ടതില്ല. ഈ ജനറേഷനിൽ വളരെ നോർമൽ ആയിട്ടുള്ള ആള് തന്നെയാണ് അനുമോള്. പിന്നെ അതുപോലെ തന്നെ ഡേർട്ടി ഗെയിം താൻ കളിച്ചിട്ടേ ഇല്ല എന്ന് ആര്യൻ പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേക്കും നെവിനും പറയുന്നുണ്ട്, അങ്ങേയറ്റം ഡേർട്ടി ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഈ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. അതുപോലെ തന്നെ അക്ബർ കുറച്ച് സംശയിച്ചിട്ടാണെങ്കിൽ അക്ബറും പറയുന്നുണ്ട് താനും ഡേർട്ടി ഗെയിം കളിച്ചിട്ടില്ല എന്ന്. അനുമോളെയാണ് ഇവിടെ എല്ലാവരും ഡേർട്ടി ഗെയിം കളിച്ചു എന്ന് പറയുന്നത്. അതില് അനുമോളെന്നല്ല, എല്ലാവരും ഡേർട്ടി ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പൊ അനുമോളെ പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഒന്ന്, വളരെ റീസെന്റ് ആയിട്ട് അക്ബറിനെതിരെ അനുമോൾ ഉപയോഗിച്ച കുറച്ച് വാക്കുകളുണ്ട്, കുറച്ച് പ്രയോഗങ്ങളും ചില ആരോപണങ്ങളുണ്ട്, ആ ബസ്സിലെ കേസ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ആര്യനെയും അതുപോലെ ജിസേലിനെയും ചേർത്ത് അനുമോൾ ഉണ്ടാക്കിയ കഥകൾ, അത് എത്രത്തോളം സത്യമാണ് ഇല്ല എന്നൊക്കെയുള്ളത് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരിക്കലും ജിസേലും ആര്യനും തമ്മിൽ അങ്ങനെ ഒരു റിലേഷനിലേക്ക് പോയിട്ടുണ്ടോ, റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നല്ല, ആ ബെഡിനടിയിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ഡേർട്ടി ഗെയിമിലേക്ക് അനുമോൾ എത്തണ്ടായിരുന്നു. അതാണ് അവിടെ പ്രശ്നമായത്. അത് മേ ബി മസ്താനിയൊക്കെ വന്നപ്പോൾ മസ്താനിയുടെ കൂട്ട് കിട്ടിയപ്പോൾ കിട്ടിയതായിരിക്കാം. പക്ഷെ എങ്കിലും ആ ഒരു ഡേർട്ടി ഗെയിം അനുമോളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചത് കൊണ്ട് തന്നെ അന്ന് തൊട്ട് ഈ പറയുന്ന ഒരു വേർഡ് ഡേർട്ടി ഗെയിം അത് അക്ബർ തൂക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം പറയുന്ന മറ്റൊരു കാര്യമാണ്, അനുമോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആ വ്യക്തി ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ അറിയാം, ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് പുറത്തു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് അത് അവർ തമ്മിൽ എക്സ് ആയിരുന്നോ അതോ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഈ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾക്ക്, അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്
നെവിൻ ഒരു അവാർഡ് കരുതി വെച്ചിട്ടുണ്ട്. ആരാണെങ്കിലും നെവിൻ പുറത്തിറങ്ങുമ്പോൾ പോയി ചോദിച്ച് മേടിച്ചേക്കുക, മറന്നു പോകണ്ട. ഒരു അവാർഡ് നെവിൻ ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ പറയുന്ന കണക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനുമോൾക്കെതിരെ ഒരു വലിയ ലൈവ് ഒക്കെ പോകും, തന്റെ സ്വഭാവത്തിൽ താൻ അത്രയൊക്കെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ആണുങ്ങളുടെ ഈ ഒരു സഭ അല്ലെങ്കിൽ പരദൂഷണ ചടങ്ങ് അവിടെ നടക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ അനുമോൾ അവിടെ ഇരുന്ന് പറയുകയാണ്, എനിക്ക് പുറത്ത് ഇപ്പൊ നല്ല നെഗറ്റീവായി കാണും, ഫാൻസ് ഒക്കെ കുറഞ്ഞു കാണുമായിരിക്കും. അപ്പൊ നൂറ പറയുന്നുണ്ട്, നിനക്ക് 1 മില്യൺ ഇപ്പോ 50 ലക്ഷം ആയി കുറഞ്ഞു കാണുമായിരിക്കും, അങ്ങനെയാണോ? അപ്പൊ ഉടനെ അനുമോള് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല, എന്റെ ചിരിച്ചും കളിച്ചുള്ള മുഖം മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ, അങ്ങനെ ദേഷ്യപ്പെടുന്നൊന്നും ആരും കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ദേഷ്യം വരുമായിരിക്കും, എന്നെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, എനിക്ക് നെഗറ്റീവായി കാണുമായിരിക്കും എന്നൊക്കെ അനുമോള് അടുത്ത സൈഡിൽ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നൂറ പറയുന്നുണ്ട്, മനുഷ്യരല്ലേ പിള്ളേ, ദേഷ്യപ്പെടട്ടെ, കരയട്ടെ, ചിരിക്കട്ടെ. അപ്പോൾ ഇതാണ് ലൈവിൽ നടക്കുന്ന പരദൂഷണ കമ്മിറ്റി. അപ്പോൾ ഏതായാലും ശ്രീ, നിങ്ങൾക്ക് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇവരുടെയൊക്കെ ഓരോ സംസാരത്തില് നിങ്ങൾക്ക് ഇപ്പോ ആരുടെ ഭാഗമാണ് തോന്നുന്നത്? ഇപ്പൊ ഈ ഒരു ആഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ നെവിനും ആര്യനും അക്ബറും കൂടെ ക്യാപ്റ്റൻ ആയപ്പോഴാണ് ഇത്രയും ഒരു മോശമായ ഒരു വീക്ക് ബിഗ് ബോസ് ഹൗസിന്, ബിഗ് ബോസ് ഈ സീസണിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയായിരുന്നു കഴിഞ്ഞു പോയത്. അതിൽ എനിക്ക് തോന്നുന്നു നെവിൻ മാത്രമാണ് ഇത്രയും വിഷം. അക്ബറിനെയും ആര്യനെയും ഒന്നും അത്രയും വിഷമായിട്ട് കൺസിഡർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ക്യാരക്ടറിനകത്തും നെവിന്റെ ക്യാരക്ടറിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ബട്ട് നെവിൻ ഇപ്പോൾ കൈവിട്ടുപോയി, ആ ഒരു ക്യാരക്ടർ കൈവിട്ടുപോയി. പക്ഷേ ബാക്കി രണ്ടുപേരുടെയും കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ആര്യൻ പോയി കുറച്ചൊക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്. അക്ബറും ഇടയ്ക്കൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ അക്ബറിന്റെ ഈഗോ ഭയങ്കരമാണ്. ഒരു ആണെന്ന് പറയുന്ന ഒരു ഈഗോ അക്ബറിനുണ്ട്. തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു വാശി അക്ബറിനുണ്ട്. സോറി പറയില്ല എന്നുള്ള വാശിയും അക്ബറിനുണ്ട്. പിന്നെ അനുമോളും ഒട്ടും കുറവല്ല ഈഗോയുടെ കാര്യത്തിൽ. അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾ ഈ ചാനൽ സീരിയൽ ഗ്രാം ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ പോയി സുന്ദരം, ബൈ.